അങ്ങനെ ഗൈസ് നമ്മളുടെ ഇന്നത്തെ പരിപാടി നല്ല അടിപൊളി ഒരു മീൻ പിടിക്കുക എന്നുള്ളൊരു പരിപാടിയായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ ഒന്നും നോക്കിയില്ല, ഒരു ചൂണ്ടയൊക്കെ മേടിച്ച് സെറ്റാക്കി. ഇപ്പോഴാണ് കണ്ടത്, വരമ്പത്തൂടെ ഒരാൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഒരു കുളമുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച്, പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് പ്ലാൻ മാറി. പതുക്കെ അതിൻ്റെ തൊട്ടപ്പുറത്തൊരു കുഴിയുണ്ട്, വളർത്താനിട്ടതാണ്. നമ്മൾ പിന്നെ ഒന്നും നോക്കിയില്ല, ബീരാനെ മണ്ടിക്കോ പറഞ്ഞ പോലെ പതുക്കെ കുറച്ച് ഇരയൊക്കെ പിടിച്ച് നൈസായിട്ട് നമ്മളങ്ങോട്ട് ചൂണ്ടയൊക്കെ അങ്ങോട്ട് സെറ്റാക്കി പതുക്കെ കുഴിയിലങ്ങ് പോയി ഇടാന്നുള്ളൊരു പ്ലാനിൽ പോയി എടുത്ത് ഇട്ട്. കാര്യമൊന്നുമില്ല കേട്ടോ, വലിയ കൊത്തലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് കുറച്ചുകൂടെ സമയം എടുക്കും തോറും ഓരോരോ മീനുകൾ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കയറി വരുന്നുണ്ട്. കുറേ ചെറുത്, കുറച്ച് വലുത്, കുറച്ച് ഇതാകണ്ട. പിന്നെ ഒന്നുണ്ടാവും, ഒരു ചെറുത് കിട്ടി എനിക്ക്. അതേപോലെ ഇപ്പോൾ ഒരു വലുത് കിട്ടും കേട്ടോ. ഇതെല്ലാം നല്ല നാടൻ പിലോപ്പി കുഞ്ഞുങ്ങളാണ്, വളർത്താനിട്ടാണ്. നമുക്കതൊക്കെ പിടിച്ച് തിന്നുമ്പോൾ ഒരു സുഖം. ഇതേ ഒരു മീൻ വേറെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ അത് കാണാൻ പറ്റിയില്ല. അയ്യോ, ഇതിപ്പോൾ ഒരു മീൻ കിട്ടും. നല്ല അടിപൊളി ഒരു പിലോപ്പി, നല്ല നാടൻ. ഈ നാടൻ പിലോപ്പിക്കില്ല, ഇങ്ങനെ വറുത്ത് കഴിച്ചല്ലേ കിട്ടുന്ന വല്ലാത്തൊരു ഫീലുണ്ടല്ലോ ഗഡീസേ, കണ്ടില്ലേ? അത്യാവശ്യം കുഴപ്പമില്ല. ഇതിനങ്ങനെ ഒന്ന് നേരാക്കി ഒന്ന് വരഞ്ഞിട്ട് നല്ല മുളകും പെപ്പറൊക്കെ ഇട്ടൊന്ന് തേച്ച് മിനുക്കി അവനിങ്ങനെ എണ്ണയിലിട്ട് ഇങ്ങനെ നല്ല ഫ്രൈ ആക്കി എടുക്കുമ്പോണ്ടല്ലോ